വെൽക്കം ബാക്ക് ടു നെസ്ഫ വ്ളോഗ്സ്. അപ്പം ഇന്നത്തെ വീഡിയോയിലുള്ളത് ഞാൻ താന്നി ബീച്ചിലോട്ട് പോവുകയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ വ്യൂസൊക്കെയാണ് നിങ്ങൾ കാണാൻ പോകുന്നത്. അപ്പോൾ താന്നി ബീച്ചിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് ഞാൻ ആദ്യം പോകുന്നത് പരവൂർ കാപ്പിൾ ബീച്ചിലേക്കാണ്. അവിടെ എന്താണ് ഫസ്റ്റ് പോകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് പാനിപ്പൂരി ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ആ പാനിപ്പൂരി കഴിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ആദ്യമേ കാപ്പിൾ ബീച്ചിൽ പോണത്. അവിടെ ചെന്നിട്ട് അത് കഴിച്ചിട്ട് ഞങ്ങൾ നേരെ അവിടുന്ന് താന്നി ബീച്ചിലോട്ട് പോകും. ഓക്കെ, അപ്പോൾ എൻ്റെ ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മാക്സിമം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറന്നു പോകരുത്. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും ഇരുന്ന് എൻ്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ബട്ടണിൽ ഒന്ന് പ്രസ് ചെയ്തേക്കണേ. ഓക്കെ, അപ്പം നമുക്ക് നമ്മുടെ വ്യൂസ്, അതായത് പരവൂർ കാപ്പിൾ ബീച്ചിലേക്കുള്ള ആ ഒരു റോഡിൻ്റെ വ്യൂസൊക്കെയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മൾ പരവൂർ കാപ്പിൾ ബീച്ചിൽ എത്തിക്കഴിഞ്ഞു. അപ്പോൾ ഇവിടെ ഞാൻ ഇപ്പം മോൻ ലീവിന് വന്നാലും ഇവിടെ വരാറുണ്ട്. മോൻ ലീവിന് വരുന്ന സമയത്ത് ഇവിടെ വരുന്നത് വേറെ ഒന്നിനും വേണ്ടിയിട്ടല്ല, പാനിപ്പൂരി കഴിക്കുന്നതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. എനിക്ക് കാല് നനയ്ക്കാൻ ഇഷ്ടം താന്നി ബീച്ചിലാണ്. കാരണം അവിടെ ആകുമ്പം ആളും കുറവാണ്, കുറേ നേരം അതുകൊണ്ട് തന്നെ നല്ലോണം നിന്ന് എൻജോയ് ചെയ്യാനൊക്കെ പറ്റും. സോ അതുകൊണ്ടാണ് ഞാൻ നേരെ ഇവിടുന്ന് താന്നി ബീച്ചിലോട്ട് പോകുന്നത്. ഓക്കെ, ഇവിടുത്തെ വ്യൂസും ഒക്കെ അടിപൊളിയാണ്. ഞാനൊരു പെരുന്നാളിന് ഇവിടുത്തെ ഈ ഒരു ബീച്ചിൽ വന്നിട്ട് ഉള്ള വ്യൂസൊക്കെ നിങ്ങൾക്ക് ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു വീഡിയോയിലൂടെ. സോ ഇപ്പം എന്തായാലും ഞാൻ ഇവിടെ ഇറങ്ങുന്നില്ല. കാരണം ഇവിടെ കാല് നനയ്ക്കണമെന്നുണ്ടെങ്കിൽ വണ്ടി നിർത്തിയിട്ട് അങ്ങറ്റം വരെ നടന്നു പോയിട്ട് വേണം കേട്ടോ കാല് നനയ്ക്കാൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഇവിടെ അങ്ങനെ ഇറങ്ങാറില്ല. മോൻ വരുമ്പോൾ എപ്പോഴും എന്നെ താന്നി ബീച്ചിലാണ് കൊണ്ടുപോകുന്നത്. അപ്പോൾ ഇതാണ് എനിക്ക് പാനിപ്പൂരി കിട്ടുന്ന ഇടം. സോ അപ്പം എൻ്റെ ഫേവറേറ്റ് പാനിപ്പൂരി ഞാൻ വാങ്ങിച്ച് കഴിക്കാനായിട്ട് പോവുകയാണ്. അപ്പം നമ്മുടെ ബീച്ചാണ് ഈ കാണുന്നത്. സോ ഇവിടുത്തെ കാറ്റൊക്കെ ഏറ്റ് ഇത് കഴിക്കാൻ നല്ല രസമാണ്. എൻ്റെ പാനിപ്പൂരി ഇവിടെ റെഡി ആയി കഴിഞ്ഞു. എനിക്ക് പാനിപ്പൂരി എന്ന് വെച്ചാൽ ഭയങ്കര ഇഷ്ടമാണ്. എന്ന് വെച്ചിട്ട് ഞാൻ കാണുന്നിടത്ത് നിന്നെല്ലാം വാങ്ങി കഴിക്കില്ല കേട്ടോ. എനിക്കിങ്ങനെ ഈ ബീച്ചിൽ വരുമ്പോൾ അവിടെ നിന്ന് ഇങ്ങനെ വാങ്ങിച്ച് കഴിക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഓക്കെ, ബീച്ച് സൈഡിൽ പാനിപ്പൂരിയൊക്കെ നല്ലതാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ അങ്ങനെ ചിന്തിക്കാറില്ല കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, ഞാൻ വാങ്ങിച്ച് കഴിക്കും. ഓക്കെ, സോ അപ്പോൾ ഇനി ഞങ്ങൾ പാനിപ്പൂരിയൊക്കെ കഴിച്ചിട്ട് ഞാൻ നേരെ താന്നി ബീച്ചിലോട്ട് പോവുകയാണ് കേട്ടോ. അപ്പോൾ എൻ്റെ മോൻ കഴിച്ചില്ല. കാരണം നേരത്തെ ഒരു തവണ കൊല്ലം ബീച്ചിൽ നിന്ന് ഫുഡ് മേടിച്ച് കഴിച്ചിട്ട് അവന് ഫുഡ് പോയ്സൺ വന്നായിരുന്നു. സോ അതുകൊണ്ട് അവൻ കഴിച്ചില്ല. എനിക്ക് പിന്നെ പാനിപ്പൂരി കണ്ടു കഴിഞ്ഞാൽ ഞാനും അതിനെപ്പറ്റി ഒന്നും ചിന്തിക്കില്ല കേട്ടോ. എനിക്ക് ഒരു കൺട്രോളും കാണൂല, ഞാൻ നേരെ വാങ്ങിച്ച് കഴിക്കും. പക്ഷേ എൻ്റെ മോൻ അത് ശരിയാവില്ല. കാരണം ഒന്നാമത് അവൻ തിരികെ പോകാനുള്ളതാണ്. ഫുഡ് പോയ്സണൊക്കെ അടിച്ചാൽ ശരിയാവില്ല. സോ അതുകൊണ്ട് തന്നെ അവൻ കഴിച്ചില്ല, ഞാനൊട്ട് വാങ്ങിച്ച് കൊടുക്കത്തുമില്ല. അപ്പം ഞാൻ മാത്രം വാങ്ങിച്ച് കഴിച്ചു, ഉമ്മായി വാങ്ങിച്ച് കഴിച്ചു. ഓക്കെ, അപ്പം ഇനി ഞങ്ങൾ താന്നി ബീച്ചിലേക്ക് പോകുന്ന ആ ഒരു ടൈമിലുള്ള വ്യൂ ആണ് നിങ്ങൾ കാണുന്നത്. അവിടെ ചെന്നിട്ട് വേണം എനിക്ക് അടിപൊളിയായിട്ട് കാലൊക്കെ നനയ്ക്കാനായിട്ട്. ബീച്ചെന്ന് വെച്ചാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇവിടെ വന്നിട്ട് കുറേ നേരം ഇങ്ങനെ വെള്ളത്തിൽ നിന്ന് കളിക്കുന്നത് ഇത്രയധികം ഇഷ്ടമുള്ള എന്നെപ്പോലെ വേറെ ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പം കാണുമായിരിക്കും അല്ലേ. കാരണം എന്നെപ്പോലെ ഭ്രാന്തുള്ളവർ നിറയെ കാണുമായിരിക്കും. എല്ലാമെന്ന് പറഞ്ഞാൽ ശരിയാവില്ല. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എന്നെ ഇവിടെ നിന്ന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വാ എന്ന് പറഞ്ഞ് വിളിച്ച് കയറ്റിക്കൊണ്ടാണ് പോണത്. ഞാനല്ലാതെ കയറത്തേ ഇല്ല, അത്രയേറെ എനിക്കിഷ്ടമാണ്. ഇപ്പം നമ്മൾ താന്നി ബീച്ചിലോട്ട് എത്തിക്കഴിഞ്ഞു. അതിൻ്റെ വ്യൂസാണ് നിങ്ങൾ കാണുന്നത്. ഇവിടെ തിരക്ക് കുറവാണ്, പിന്നെ തിരയൊക്കെ കുറവാണ് കേട്ടോ. കൊല്ലം ബീച്ചിലെ കണക്കൊന്നും അല്ല. അധികം പേടിക്കൊന്നും വേണ്ട, കാരണം തിര നല്ല കുറവാണ്. അപ്പോൾ നമുക്ക് നല്ല സേഫായിട്ട് നിന്ന് കാലൊക്കെ നനയ്ക്കുകയൊക്കെ ചെയ്യാം. കുട്ടികളെയും കൊണ്ടുവന്നു കഴിഞ്ഞാലും നമ്മളൊത്തിരി പേടിക്കൊന്നും വേണ്ട കേട്ടോ. അങ്ങനെയുള്ളൊരു സ്ഥലമാണ് താന്നി ബീച്ച്. കാരണം തിരയൊക്കെ നല്ല കുറവാണ്. പിന്നെ കൊല്ലത്തെന്ന് പറയുന്നത് അങ്ങനെയല്ലല്ലോ, നല്ല വലിയ തിരകളൊക്കെയാണ് വരുന്നത്. കുറച്ചും കൂടി പേടിക്കുകയും വേണമെന്ന് തോന്നുന്നു, എനിക്കങ്ങനെയാണ് ഫീൽ ചെയ്തിട്ടുള്ളത്. പക്ഷേ താന്നി ബീച്ചിലാണെങ്കിൽ തിരക്ക് കുറവാണ്. നമുക്ക് നല്ല ഫ്രീ ആയിട്ട് നിന്ന് കാലൊക്കെ നനച്ച് നല്ല അടിപൊളിയായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റും കേട്ടോ. ഓക്കെ, അപ്പം നമ്മൾ താന്നി ബീച്ചിലോട്ട് ഇങ്ങനെ എത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും അതിൻ്റെ ഒരു വ്യൂസാണ് നിങ്ങൾ കാണുന്നത്. ഇനി കുറച്ചും കൂടി കഴിഞ്ഞിട്ട് നമുക്ക് കാറ് പാർക്ക് ചെയ്തിട്ട് ഞങ്ങൾക്ക് പോയി കാല് നനയ്ക്കാനൊക്കെ പറ്റും. ആ ഒരു പ്ലേസിലാണ് നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത്. അപ്പം ഞങ്ങൾ ഇതേ കാറൊക്കെ പാർക്ക് ചെയ്തു. ഇനി ഞങ്ങളിവിടെ ഇറങ്ങി.
സോ ഇനി നമുക്കിവിടെ ഇവിടുന്ന് നടന്ന് ആ കാല് നനയ്ക്കുന്നിടത്തോട്ട് ഇറങ്ങാനുള്ള ഒരു സേഫ് പ്ലേസ് കിട്ടണം. കാരണം പാറകളൊക്കെ ഇട്ടതാ ഇങ്ങനെ പൊക്കി വെച്ചിട്ടുണ്ട്. അപ്പം ഉമ്മയും കൊണ്ട് ഇറങ്ങുമ്പോൾ കുറച്ച് സേഫായിട്ടുള്ളിടത്തൂടെ ഇറങ്ങാൻ പറ്റത്തുള്ളൂ. എൻ്റെ മോനാണ് ഫ്രണ്ടിൽ നടന്നത് കേട്ടോ. അപ്പോൾ ഇനി ഞങ്ങൾ ആ ഒരു ഉമ്മയും കൊണ്ട് ഇറങ്ങാൻ പറ്റിയൊരു പ്ലേസ് നോക്കി നടന്നത്. ഒരുപാട് പേര് ദേ കാല് നനയ്ക്കാനൊക്കെ ഉണ്ട്. പക്ഷേ കൊല്ലം ബീച്ചിൻ്റെ അത്ര തിരക്കോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. നിറയെ പേര് ഇവിടെ നിന്ന് വീഡിയോസും ഫോട്ടോസും ഒക്കെ തന്നെ എടുക്കുന്നുണ്ട്. റീൽസിനൊക്കെ ആയിട്ട് വീഡിയോസൊക്കെ ഇവിടെ വന്ന് നിന്നിട്ട് എടുക്കുന്ന കുട്ടികളും ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പം ദേ ഈ ഒരു പ്ലേസിൽ കൂടി ഇറങ്ങി അധികം തെന്നി വീഴത്തേന്നുമില്ല. അപ്പം ഇതിലേക്കൂടെയാണ് എൻ്റെ ഉമ്മ ഇറങ്ങുന്നത്. അപ്പോൾ ഇനി ഇതേ ഞങ്ങൾ രണ്ടുപേരും വന്ന് കാല് നനയ്ക്കാനായിട്ട് നിന്നു. പക്ഷേ ചെരുപ്പിട്ട് നിന്ന് കാല് നനച്ചാൽ ശരിയാവില്ല. കാരണം ഇവിടുന്ന് പോകുമ്പോഴത്തേക്ക് ചിലപ്പോൾ ചെരുപ്പ് പൊട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ചെരുപ്പ് കൊണ്ട് ചെന്ന് ഊരിയിട്ടിട്ട് വന്ന് കാല് നനയ്ക്കുന്നതായിരിക്കും നല്ലതെന്ന്. സോ അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും പോയി ചെരുപ്പൊക്കെ ഊരിയിട്ടു. ഇനി ഞങ്ങൾ കാല് നനയ്ക്കാൻ പോവുകയാണ്. എൻ്റെ മോൻ ഓൾറെഡി അവിടെ നിന്ന് കാല് നനയ്ക്കുന്നുണ്ട്. എൻ്റെ മോനും എനിക്കും മൂക്കും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഞാൻ ദേ വന്ന് നിന്നു. അയ്യോ, ആ വെള്ളം വന്നിങ്ങനെ കാലിൽ ഇങ്ങനെ വന്നിട്ട് പോകുമ്പോഴുള്ള ആ ഒരു സുഖം ഉണ്ടല്ലോ, പറഞ്ഞറിയിക്കാൻ വയ്യാത്തതാണ് കേട്ടോ. അപ്പം നിങ്ങൾക്ക് കേൾക്കണ്ടേ ആ കടലിൽ ആ തിരമാലകളുടെ സൗണ്ട്? എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇങ്ങനെ വന്നിട്ട് ആ സൗണ്ടും നമ്മുടെ കാലിൽ വന്നിട്ട് ഇങ്ങനെ ആ വെള്ളം വന്നിട്ട് പോകുമ്പോഴുള്ള ആ ഒരു എന്താ പറയുക, എനിക്കത് എങ്ങനെയാണ് എക്സ്പ്രസ് ചെയ്യേണ്ടതെന്ന് അറിഞ്ഞൂടാ കേട്ടോ ആ ഫീലിങ്സ്. കാരണം എനിക്ക് അത്രയധികം ഇഷ്ടമാണ് ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ കാലില്ലാത്ത ഇങ്ങനെ വെള്ളം വന്ന് വീണിട്ട് ഇങ്ങനെ തിരികെ പോകുമ്പോഴുള്ള ആ ഒരു ഇതൊക്കെ എന്ന് പറയുന്നത് സൂപ്പർബാണ്. ആ ഒരു സൗണ്ടും തിരമാലകളുടെ അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ ഞാൻ അതൊക്കെ കറക്റ്റായിട്ട് നിങ്ങൾക്ക് ആ തിരമാലകളുടെ സൗണ്ടും ആ ഇങ്ങനെ തിരയടിച്ച് വരുന്നതും ഒക്കെ എൻ്റെ ഈ വീഡിയോയിൽ കാണിച്ചു തരാവേ. എന്നെപ്പോലെ ഇങ്ങനെ കടൽ ഇഷ്ടപ്പെടുന്നവർക്ക് ഇത് ഭയങ്കര രസമായിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ. നല്ലവണ്ണം കേട്ടോ നിങ്ങൾ ആ തിരമാലകളുടെയൊക്കെ സൗണ്ട്? നല്ല രസമല്ലേ? അതാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇങ്ങനെ ആ ദൂരത്തുനിന്ന് ഇങ്ങനെ അലയടിച്ച് അതിങ്ങനെ വരുന്നത് കാണാനായിട്ട് എന്തോരം സൗന്ദര്യമാണെന്ന് അറിയോ? എന്ത് രസമാണ്, കണ്ടല്ലേ? ഇതങ്ങനെ പതഞ്ഞിങ്ങനെ വരുന്ന കാണാൻ അടിപൊളിയാണല്ലോ ആ ഒരു വ്യൂ, കണ്ടില്ലേ? ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇതിങ്ങനെ കാണാനും അതേപോലെ കാല് നനയ്ക്കാനും ഒക്കെ. എത്ര പറഞ്ഞാലും എനിക്ക് മതിയാവില്ല ഈ ഒരു സൗന്ദര്യം എന്ന് പറയുന്നത്. അച്ചോ, അടിപൊളിയാണ് കേട്ടോ. എവിടെ പോയാലും നമുക്ക് ഈ സൗന്ദര്യം കാണാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അത്ര രസമാണ് ആ തിരയടിച്ച് ഇങ്ങനെ വരുന്നത് കാണാനായിട്ടല്ലേ. അങ്ങനെ ഞങ്ങൾ കാലൊക്കെ നനച്ച് കഴിഞ്ഞു. ഇനി ഞങ്ങൾക്ക് വീട്ടിൽ പോകണം. അപ്പോൾ ഞങ്ങൾ വന്ന് നേരെ ചെരുപ്പൊക്കെ ഒന്ന് ഇട്ടു. ദേ കുട്ടികൾ ഇതാ മണ്ണിനകത്തൊക്കെ ഇരുന്ന് ഇവിടെ കളിക്കുന്നുണ്ട്. എൻ്റെ മോൻ ദേ കയറാൻ പോകുന്നതേ ഉള്ളൂ കേട്ടോ. അവനും ഭയങ്കര മടിയാണ് ആ വെള്ളത്തിൽ നിന്ന് കയറാനായിട്ട്. സോ ഉമ്മ നേരെ ഫ്രണ്ടിൽ നടന്നുപോയി. അപ്പോഴും എനിക്ക് ഈ സൗന്ദര്യം ആസ്വദിച്ച് തീർന്നില്ല എന്ന് വേണം പറയാനായിട്ട്. ആ ആകാശത്തിൻ്റെ ആ ഒരു സൗന്ദര്യം കണ്ടോ? അടിപൊളിയല്ലേ? ആ സൂര്യനും ആ ഒരു ഇതും എല്ലാം കൂടി കാണാനായിട്ട്. അയ്യോ, എന്താ കിടിലൻ ലുക്കാണ് ശരിക്കും അല്ലേ? ഗോഡ്സ് ഓൺ കൺട്രി എന്ന് ചുമ്മാതാണോ പറയുന്നത് അല്ലേ? കണ്ടില്ലേ? അത്ര സൗന്ദര്യമാണ് അല്ലേ? ഓക്കെ, ഇനി ഞങ്ങൾ വീട്ടിലോട്ട് പോവുകയാണ്. കുറേ നേരം കൂടി നിൽക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ ഇരുട്ടൊക്കെ വീഴുന്നതിന് മുമ്പായിട്ട് പോകാമെന്ന് വെച്ചു. അങ്ങനെ നേരെ ഞങ്ങൾ പോവുകയാണ്. സോ അപ്പോൾ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. എന്നോടൊപ്പം എൻ്റെ ഉമ്മ അതിനെക്കാട്ടിയും ഹാപ്പിയാണ്. കാരണം ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് ബീച്ചിൽ വരുന്നത്. ഇവിടുത്തെ ഈ ഒരു കാറ്റും ഈ ഒരു സൗന്ദര്യവും ഒക്കെ ആസ്വദിച്ച് കുറേ നേരം സ്പെൻഡ് ചെയ്യുമ്പോൾ മനസ്സിന് എന്താ ഒരു കുളിർമയാണെന്നറിയാവോ കിട്ടുന്നത്? എന്തോ ഒരു സന്തോഷമാണെന്നറിയാവോ കിട്ടുന്നത്? എന്നെപ്പോലെ ബീച്ച് ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേർക്ക് ഇതുപോലൊക്കെ തന്നെ ആയിരിക്കും ഫീലിങ്സ് ഉണ്ടാവുക. അപ്പോൾ ഞാൻ ഒരുപാട് ഹാപ്പി ആയിട്ടാണ് തിരികെ പോണത്. അത്രത്തോളം ഞാൻ എൻജോയ് ചെയ്തു, അത്രത്തോളം എനിക്കിഷ്ടപ്പെട്ടു. അപ്പോൾ ഇനി വീട്ടിലേക്ക് തിരിച്ചു പോകണമെന്ന് ഓർക്കുമ്പോൾ
സങ്കടവും ഉണ്ട്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ എൻ്റെ ഈ ഒരു വീഡിയോ? ഓക്കെ, എനിക്ക് എന്തായാലും ഇതൊക്കെ വളരെ നല്ല മെമ്മറീസാണ്. എനിക്കപ്പോൾ വേണമെങ്കിൽ യൂട്യൂബിൽ ഈ വീഡിയോസൊക്കെ എടുത്ത് വെച്ച് നോക്കാം. അതെ, എൻ്റെ ഉമ്മ വളരെ ഹാപ്പി ആയിട്ട് നല്ലതായിട്ട് വരുന്നത് കണ്ടോ. ഈ ഒരു ഹാപ്പിനെസ് കാണുന്നത് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. അപ്പോൾ ഞങ്ങൾ നേരെ ഞങ്ങളുടെ വണ്ടിയിൽ വന്നിരുന്നു. എനിക്കാണെന്നുണ്ടെങ്കിൽ ഈ വ്യൂസ് കണ്ടിട്ട് എത്രയും മതിയാവാനിട്ട് ഞാൻ വീണ്ടും വീഡിയോ എടുത്തു. പിന്നെ ഞങ്ങൾ നല്ല ചൂട് കപ്പലണ്ടി കൊണ്ടുപോയി കേട്ടോ. അപ്പോൾ അതും ഞങ്ങൾ വാങ്ങിച്ചു. 10 രൂപ ഉണ്ടായിരുന്നുള്ളൂ ഒരു പൊതിക്ക്. അപ്പോൾ അതും ഞങ്ങൾ വാങ്ങിച്ചു. കാരണം ചൂട് കപ്പലണ്ടിയും കുറച്ചും കൊണ്ട് ഇങ്ങനെ കാറിൽ പോകാനായിട്ട് നല്ല രസമാണ്. എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. ചൂട് കപ്പലണ്ടിക്ക് എന്ന് പറയുമ്പോൾ അറിയാമല്ലോ, ഒരു പ്രത്യേക ടേസ്റ്റാണ്. ആ ടേസ്റ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ ഈ ഒരു വീഡിയോ. എൻ്റെ ഒരു കുഞ്ഞ് ഹാപ്പിനെസ് ആണ് നിങ്ങളായിട്ട് ഞാൻ ഷെയർ ചെയ്തത്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. സോ ബൈ.